الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും എല്ലാ അർത്ഥത്തിലുമുള്ള സമർപ്പിതനായ മുസ്ലിമായി, അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനായി, അള്ളാഹുവിൻ്റെ ദൂരപരിധികളെ സൂക്ഷിക്കുന്ന മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമുക്ക് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് കുത്തിക്കയറി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പല സ്ഥലങ്ങളിലും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് അക്രമവും അനീതിയുമൊക്കെയാണ്, നീതിയില്ലായ്മയാണ്, ന്യായമില്ലായ്മയാണ്. ചിലതെല്ലാം അതിൻ്റെ പ്രകൃതിപരമായി തന്നെ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അള്ളാഹു കാരുണ്യവാനാണ് എന്ന് നമ്മളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഞാൻ ഒരു ഭാഗത്ത് കാണുന്നതെങ്കിൽ ചിലയിടങ്ങളിൽ ഞാൻ ആ കാരുണ്യത്തെ കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സ് പോലും നമ്മളോട് ചോദിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു പരമസത്യമുണ്ട്. എന്താണ് ആ പരമസത്യം? അൽ ഹഖ്. അത് ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ഹഖ്മുൻ അദ്ലുൻ ലാ യസ്ലിമുൻ നാസ ശൈആ. അല്ലാഹു അവന്റെ ഭൂമിയിലുള്ള അവന്റെ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ എല്ലാ കാര്യത്തിലും, അവന്റെ വിധിയിലും അവന്റെ സൃഷ്ടിപ്പിലും അവൻ 100% നീതിമാനാണ് എന്നതാണ്. വമിനൽ ഉമൂരിൽ വാജിബതി അലൽ മുസ്ലിം أن يعتقد أن الله سبحانه عدل فيما خلق وقضى وقدر فقضاء الله في عباده دائر بين العدل والمصلحة والحكمة والرحمة حتى لو بدا للناس غير ذلك. ഒരു മുഅ്മിനിനെ നിർബന്ധമായും അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹു അവൻ സൃഷ്ടിച്ചതിലും അവൻ വിധിച്ചതിലും അവൻ നിർണയിച്ചതിലും അവൻ നീതിമാനാണ് എന്നത്. അള്ളാഹുവിൻ്റെ വിധി മനുഷ്യർക്കിടയിൽ കറങ്ങുന്നത് അത് നീതിയുടെയും മനുഷ്യന്റെ തന്നെ ഗുണത്തിൻ്റെയും അള്ളാഹുവിൻ്റെ യുക്തിയുടെയും അവൻ്റെ കാരുണ്യത്തിൻ്റെയും ഭാഗമാണ്. മനുഷ്യന് പ്രത്യക്ഷത്തിൽ ചിലയിടങ്ങളിൽ അതിനെതിരായി തോന്നിയാൽ പോലും, കാരണം എന്താണ്? മനുഷ്യർക്കിടയിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ പോലും, ഇബ്തിലാഅത്ത് വൽ അംറാദ് വസ്സലാസിൽ വൽ ഹുറൂബ്, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തിൻ്റെയും അള്ളാഹുവിൻ്റെ അദിലിൻ്റെയും
ഭാഗമാണെന്നാണ് ഈമാനിന്റെ ഭാഗമായ ഒരു സത്യവിശ്വാസി അറിയേണ്ടത്. കാരണം അതാണ് അതിന്റെ വസ്തുത എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്, അല്ലാമുൽ ഗുയൂബാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയെന്നോ ഇന്നെന്നോ കുറെ കഴിഞ്ഞതിന് ശേഷം എന്നോ എന്നൊരു വ്യത്യാസമില്ല. നമുക്ക് ഇന്നലെയുണ്ട്, നമുക്ക് ഇന്നുണ്ട്, നമുക്ക് കുറെ കഴിഞ്ഞതിന് ശേഷമുണ്ട്. ചില കാര്യങ്ങൾ ഇന്നലെ നാം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലായിട്ടില്ല. ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാം അനുഭവിക്കുന്നതോ കാണുന്നതോ ആയ കാര്യങ്ങൾ നമുക്ക് പലതിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്ന ഒരു സത്യമുണ്ട്. ഏതാണ് ആ സത്യം? മനുഷ്യന്റെ പരിമിതിയെ അറിഞ്ഞുകൊണ്ട് അവൻ ഉൾക്കൊള്ളേണ്ട ഒരു സത്യമാണത്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വെറുപ്പാകുന്ന, നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിന്റഡ് ആയി പോകുന്ന പലതും അത് വഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാവും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, എന്നാൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്, ഇങ്ങനെയായിരുന്നു ഉണ്ടാവേണ്ടത്, ഇത് ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് അത് പറയുന്നതിൽ പലതും വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. കാരണം എന്താണ്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിയുന്നവരാണ്, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയാത്തവരാണ്. കാരണം നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിന്റെ അവന്റെ ഒരു നിലപാടിനെ കുറിച്ച്, ഐഡിയോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഒരു മുസ്ലിമിന്റെ നേട്ടം? അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ സന്തോഷമാവട്ടെ സന്താപമാവട്ടെ, പ്രയാസങ്ങളും പ്രതാപങ്ങളുമൊക്കെ അവന്റെ ജീവിതത്തിലൂടെ രാപ്പകലുകളെ പോലെ കടന്നു പോകുന്നതാണ്. പക്ഷേ ആ മുസ്ലിമിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. കാരണം അത് പ്രയാസത്തിന്റെയും ആയാസത്തിന്റെയും ഒക്കെ ഒരു ഘട്ടം കടന്ന് അനായാസത്തിന്റെയും ആശ്വാസത്തിന്റെയും മറുപുറം കടന്നു പോയാൽ പോലും കുല്ലുഹു ഖൈർ, അവനെല്ലാം നന്മയാണ്. എങ്ങനെയാണത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിന് വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിൻ, ഒരു വിശ്വാസിക്ക് മാത്രമേ അത് ഈ ലോകത്ത് ലഭിക്കുകയുള്ളൂ. ഇൻ അസ്വാബത്തുഹു സറാ ശകർ, അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ അതിന് നന്ദി പണിക്കും. അൽഹംദുലില്ലാഹ്, അവൻ നന്ദിയുള്ളവനാകും. അതേപോലെ തന്നെ ഫകാന ഖൈറൻ ലഹു, അപ്പതവന് ഗുണകരമായി ഭവിക്കും. വഇൻ അസാബത്തുഹു ദർറാ, ഇനി അവന്റെ ഭാഷയിൽ അവൻ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാലോ ഫസബറ, അത് കടന്നു പോകുന്നത് വരെ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോ അവന് അതെന്തായിത്തീരും? നന്മയായിത്തീരും. അള്ളാഹുവിന്റെ വിധിയിൽ സഹോദരന്മാരെ, ഈ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ് അദ്ലുഹു ഫി അഹ്കാമിഹി ശർഇയ്യ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമത്തിലുള്ള നീതി. അള്ളാഹു പല കാര്യങ്ങളും ഓരോ ആളുകൾക്കും ഓരോ വിഭാഗങ്ങൾക്കും ഓരോ സന്ദർഭങ്ങൾക്കുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് മനുഷ്യന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് വിധിക്കുവാനും അതനുസരിച്ച് നൽകുവാനും എടുക്കുവാനും കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ അവൻ അറിയേണ്ടത്, അവന്റെ ചെറിയ ബുദ്ധി കൊണ്ട്, അവന്റെ പ്രസന്റ് ബുദ്ധി കൊണ്ട് അത് നീതിയല്ലെന്ന് തോന്നിയാലും അള്ളാഹുവിൻ്റെതാണ് ശരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികളായ ചില ആളുകളൊക്കെ ഇപ്പോ എന്താ, അവര് കല്യാണമൊക്കെ കഴിച്ച് മക്കളായി ഭൂമിയിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവർ തിരിഞ്ഞു നോക്കിയ ഖബറിലേക്ക് കാലെടുത്ത് വെക്കാനായപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു, എന്റെ റബ്ബിന്റെ ശരീഅത്ത് നീതിയല്ല, ഞാൻ ഇസ്ലാമികമായി കല്യാണം കഴിച്ചത് കൊണ്ട് എന്റെ ശരീഅത്ത് അനുസരിച്ചായിരിക്കും എന്റെ മക്കളുടെ അനന്തരാവകാശം ഉണ്ടാവുക. അതുകൊണ്ട് അനന്തരാവകാശത്തിൽ അനീതിയുണ്ട്. ആണിനും പെണ്ണിനും ഒരുപോലെയല്ല. ലിദ്ദക്കരി ഹദ്ദുൽ ഉൻസയൈൻ, ഒരു ആണിന് പെണ്ണിന്റെ 2 ഓഹരിയുണ്ട് എന്നതിന് അനീതിയാണ്. ആണും പെണ്ണും ഒരുപോലെയല്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടാമത് പോയി കല്യാണം കഴിച്ച ആളുകളെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ശരീഅത്തിനനുസരിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് അനന്തരാവകാശത്തിൽ ഈ അനീതി ഉണ്ടാകുമെന്ന് പറഞ്ഞ്
അത് ലോകത്ത് മുഴുവനും വിളിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി ലോക മീഡിയകളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി രജിസ്റ്റർ വിവാഹം ചെയ്ത ചില ദമ്പതികളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് അവർ ലോകത്തോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ വിധി അനീതിയാണ്. അവന്റെ മാതാപിതാക്കളുടെ ഇന്ദ്രിയത്തുള്ളിയിൽ അവനാകുന്ന ഒരു ബടാവൃക്ഷത്തിനെ ഒതുക്കി വെച്ചവന്റെ സൃഷ്ടാവിന്റെ ബുദ്ധി ചെറുതാണെന്ന് അവന് തോന്നിയിട്ടില്ല. ഇതുവരെയും വെറും കൈയോടുകൂടി അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ ഞാൻ എന്റേത് എന്ന് പറയാൻ പലതും അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത കാരുണ്യവാനായ തമ്പുരാന്റെ വലിപ്പത്തെയും നീതിയെയും അവൻ അറിഞ്ഞില്ല. എന്തിൽ ഈ പടച്ച റബ്ബിന് അവൻ അറിഞ്ഞുകൂടാത്തതുണ്ടെന്ന് പറയാൻ, വിശ്വസിക്കാൻ മാത്രം അവന്റെ വിദ്യയുടെയും ചിന്തയുടെയും ചക്രവാളത്തെ അവൻ വികസിപ്പിച്ചില്ല. എന്നിട്ട് അവർ മനസ്സിലാക്കുന്നു അള്ളാഹു വാലിമാണെന്ന്. എന്നാൽ ഖുർആൻ എന്താണ് മനുഷ്യനോട് പറയുന്നത്? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ. അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും നിങ്ങളോട് ഒരു അക്രമം കാണിക്കുകയില്ല. അവന്റെ വിധിയിലും അവന്റെ നിയമത്തിലും അവന്റെ സൃഷ്ടിപ്പിലും എന്തൊക്കെയാണോ ഓരോരുത്തർക്കും നൽകിയത്, ഖദ്ദറ ഖദ്ദറ, അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് കണക്കാക്കിയത്. ചില ആളുകൾക്ക് അവൻ വിശാലമാക്കി കൊടുക്കും, ചില ആളുകൾക്ക് അവൻ കുടുസാക്കി കൊടുക്കും. എല്ലാവർക്കും അവൻ്റെതായ നന്മകൾക്ക് വേണ്ടി അവന്റെ ജീവിതത്തിൽ അവൻ അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്ന് ഒരു പരീക്ഷ എഴുതാനാണ് എന്നെയും നിങ്ങളെയും ഇവിടേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എത്രയുണ്ടെന്ന ചോദ്യത്തിനപ്പുറം എങ്ങനെ നീ അതിനോട് ഡീൽ ചെയ്തു എന്ന ചോദ്യമാണ് അവനെ കാത്തിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളാണ് അവന്റെ ശരീരത്തിലും അവന്റെ പരിസരങ്ങളിലും അല്ലാഹു അവന് അനുവദിച്ചു കൊടുത്തത്. അങ്ങനെ ആ അനുവാദത്തിന്റെ ആനുകൂല്യങ്ങളെ എടുത്തു സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അള്ളാഹു അവന്റെ നീതിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് പോലും എന്ന് നമ്മളിൽ എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ട്? നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ വരാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചവൻ ആരാ? എങ്ങനെയാവെന്ന് നമ്മളെ സൃഷ്ടിച്ചത് എനിക്കറിയാം എന്ന് പറയുന്ന ഐ നോ ദാറ്റ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മനുഷ്യരില്ലേ? അവൻ എങ്ങനെയാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഹുവല്ലദീ അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അവനത്രേ നിങ്ങളുടെ മാതാവിന്റെ ഉദരങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തവനായി ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നവൻ. ആ കൊണ്ടുവന്നവന്റെ രീതി, ആ കൊണ്ടുവന്നവൻ കൽപ്പിക്കുന്നതിന്റെ രീതി അതിനേക്കാളും ഉത്തമമായതോ അതിനോട് കിടപിടിക്കുന്നതോ അതിനെ മറിച്ചു കിടക്കുന്നതോ ആയ ഒന്നുമില്ലെന്ന് വിശ്വസിക്കലാണ് ഈമാൻ. അതാണ് സത്യവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിൽ അത് അംഗീകരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ അതിലിൽ സംതൃപ്തനാവുകയും ചെയ്യുന്നവരാണ് വിജയിക്കുന്ന സത്യവിശ്വാസികൾ. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ച് മരിക്കാൻ പഠിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ, അമാനുഷികതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും പ്രവാചകനിലൂടെ മനുഷ്യർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ അത്ഭുതകരമായ മനുഷ്യന്റെ ഭൗതികമായ എല്ലാ പരിധികളെയും ലംഘിക്കുന്ന ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക്, ഏഴാം ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയും അള്ളാഹു ഉദ്ദേശിച്ച അത്ര ആയാത്തുകൾ, ലിനുരിയഹു മിൻ ആയാതിഹി, അവന്റെ ആയത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം
ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു. എന്തിന്? ലിനുരിയഹു മിൻ ആയാതി. അവൻ പരിശുദ്ധനാണ്. ആര്? തന്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ളതിലേക്കും കൊണ്ടുപോയി. എന്തിന്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കാൻ. ആ ഇസ്രാ മിഅ്റാജ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ ഇസ്ലാമിലെ തന്നെ ഏറ്റവും വലിയ കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയ പ്രവാചകന്റെ ജീവിതത്തിലെ ഹൃദയത്തിന് കടുപ്പം സ്ഥിരതയും വർദ്ധിപ്പിച്ചു കൊടുത്ത എല്ലാ ദുഃഖങ്ങളെയും എന്റെ രക്ഷാകർത്തൃത്വങ്ങൾ മുഴുവനും എന്റെ അത്താണികൾ മുഴുവനും പോയി എന്ന് പ്രവാചകൻ ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ദുഃഖിച്ചിരുന്ന, സംരക്ഷകനായിരുന്ന എളാപ്പയുടെ മരണം, ഭാര്യയുടെ മരണം, ഖദീജയുടെ മരണം, അതൊക്കെ ഉണ്ടാക്കിയ ആഘാതങ്ങളുടെ നേരത്ത് അതിന്റെ പിൻപിറവിയിലാണ് അള്ളാഹു കൊണ്ടുപോയത്. ആ പ്രവാചകൻ തിരിച്ചു വരുന്നത് ഉമ്മത്തിന് ഏറ്റവും വലിയൊരു സമ്മാനവുമായിട്ടാണ്. അതാണ് ഹദിയത്തും മിൻ ഫൗഖി സബഅ സമാവാത്. എല്ലാ ഇബാദത്തും